UDF സർക്കാരിന്റെ VD സതീശൻ സർക്കാരിന്റെ കാര്യക്ഷമതയെ ഇനി ആരും ചോദ്യം ചെയ്യരുത്. അത്രയ്ക്കും വേഗതയിലാണ് ഫയലുകൾ നീങ്ങിയത്. ഇപ്പോൾ നീങ്ങുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ ഒരു ഫയൽ നീങ്ങിയത് അത് ബക്കാഡി കമ്പനിയുടെ ഫയലാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതിന് വേണ്ടിയുള്ള ഫയലാണ്. ആ ഫയലിന്റെ ഒരു പോക്ക് അതുമാത്രം മതി സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെയൊക്കെ നടക്കും എന്നറിയാൻ. സാധാരണ സെക്രട്ടേറിയറ്റിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കാർ ഓഫീസിൽ പോകുന്നവർക്കും അതറിയാം. ഒരാവശ്യത്തിന് ഒരു അപേക്ഷ നൽകിയാൽ ആ അപേക്ഷ എവിടെയൊക്കെയാണ് കിടക്കുക എന്ന് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതിൻ്റെ പിറകെ സഞ്ചരിച്ച് ഓരോ ഉദ്യോഗസ്ഥരെയും കണ്ട് സങ്കടം പറഞ്ഞാലൊക്കെയാണ് ഒന്ന് ആ ഫയലിന് ജീവൻ വെക്കുക. എന്നാൽ ബക്കാഡി കമ്പനിയുടെ ഫയൽ അങ്ങനെയൊന്നുമല്ല. പറക്കുകയാണ് ചെയ്തത്. പറക്കുക. അതിന്റെ ഒരു പോക്ക് വരവ് മാത്രം നോക്കിയാൽ മതി. 2023 ഫെബ്രുവരി മാസം 27-നാണ് ബക്കാഡി കമ്പനി നികുതി ഇളവ് നൽകണം വീര്യം കുറഞ്ഞ മദ്യത്തിന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് അപേക്ഷ നൽകുന്നത്. അപ്പോൾ LDF സർക്കാരാണ്. KN ബാലഗോപാലാണ് ധനകാര്യ വകുപ്പ് മന്ത്രി. അദ്ദേഹം അത് അനുവദിച്ചില്ല. സ്വാഭാവികമായും ഒരു ഫയൽ വന്നാൽ ആ ഫയൽ ഉദ്യോഗസ്ഥ തലത്തിൽ നീങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മന്ത്രിയാണ്. മന്ത്രി അതിൽ അന്തിമ തീരുമാനമെടുത്തില്ല, മാറ്റിവെച്ചു. 2023 ഫെബ്രുവരി 27-ന് ശേഷം കാര്യമായി ആ ഫയൽ ഒന്ന് ചലിക്കുന്നത് 2026 മെയ് 18-നാണ്. 2026 മെയ് 18-ന് ഒരു പ്രത്യേകതയുണ്ട്. UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ്. 19 മുതൽ ഈ ഫയൽ പറക്കുകയാണ് ചെയ്തത്. അതിവേഗമാണ് കാര്യങ്ങൾ നീങ്ങിയത്. ആ തീയതികൾ മാത്രം പരിശോധിച്ചാൽ മതി. 2026 മെയ് മാസം 19-ന് ദീപ VS ഫയൽ മഞ്ജുഷ MP-ക്ക് കൈമാറുന്നു. മഞ്ജുഷ MP 21/5/2026 എന്ന് വെച്ചാൽ മെയ് മാസം 21-ന് ഫയൽ ദീപ VS-ന് കൈമാറുന്നു. ദീപ VS ആ ഫയൽ അന്നേ ദിവസം തന്നെ 15/51 എന്ന് വെച്ചാൽ 3/51-ന് ഫയൽ മഞ്ജുഷ MP-ക്ക് കൈമാറുന്നു. അന്നേ ദിവസം തന്നെ 15/51-ന് വീണ്ടും ഫയൽ നീങ്ങുന്നു എന്ന് വെച്ചാൽ 3/51-ന് വീണ്ടും ഫയൽ നീങ്ങുന്നു. അത് കഴിഞ്ഞ് 3/54-ന് ആ ഫയൽ വീണ്ടും നീങ്ങുകയാണ്. മഞ്ജുഷ MP-യിൽ നിന്ന് ഫയൽ രജനി M-ലേക്ക് പോവുകയാണ്. 21/5/2026-ന് 3/54-ന് വെറും 3 മിനിറ്റ് മാത്രമാണ് മഞ്ജുഷ MP-യുടെ മേശപ്പുറത്ത് ആ ഫയൽ കിടന്നത്. അവിടെ നിന്ന് 3/59-ന് രജനി M ആ ഫയൽ മനോജ് KJക്ക് കൈമാറുന്നു. അത് കഴിഞ്ഞ് 16/8-ന് എന്ന് വെച്ചാൽ 6 മണിക്ക് KR ജ്യോതിലാൽ ACS-ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഫയൽ കൈമാറുന്നു. അദ്ദേഹമാണ് നികുതി വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. അന്ന് തന്നെ 18:33-ന് എന്ന് വെച്ചാൽ 6 മണിക്ക് KR ജ്യോതിലാൽ ACS ഫയൽ VD സതീശന് കൈമാറുന്നു. ഒറ്റ ദിവസമാണ് ഈ ഫയൽ മുഴുവൻ പറക്കുന്നത് എന്നോർക്കണം. 21 മുതൽ 1, 2, 3, 4, 5, 6, 7, 8 തട്ടുകളിലൂടെ ഫയൽ കടന്നുപോയി അവസാനം VD സതീശന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നു. അത് കഴിഞ്ഞ് 14/6-ന് എന്ന് വെച്ചാൽ ജൂൺ മാസം 14-നാണ് VD സതീശൻ ആ ഫയൽ വീണ്ടും KR ജ്യോതിലാലിന് അംഗീകരിച്ചുകൊണ്ട് കൈമാറുന്നത്. പിന്നീടും അതേ ാണ് ഫയൽ സഞ്ചരിക്കുന്നത്. 15-ാം തീയതി എന്ന് വെച്ചാൽ ജൂൺ 15-ന് 8:45-ന് KR ജ്യോതിലാൽ ഫയൽ മനോജിന് കൈമാറുന്നു. നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥനായ മനോജിന് കൈമാറുന്നു. മനോജ് അത് 10:41-ന് മഞ്ജുഷ MP-ക്ക് കൈമാറുന്നു. മഞ്ജുഷ MP അന്ന് തന്നെ 10:42-ന് ദീപ VS-നും ഫയൽ കൈമാറുന്നു. അങ്ങനെ തീരുമാനമാകുന്നു. മുഖ്യമന്ത്രി കണ്ടതു മുതൽ തിരിച്ച് അതേ സ്ഥലത്ത് എവിടെ നിന്നാണോ ഫയൽ ഉത്ഭവിച്ചത് അതേ സ്ഥലത്ത് എത്തിയത് എത്ര വേഗത്തിലാണ് എന്ന് നോക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രമാണ് അല്പം കാലതാമസമുണ്ടായത്. ഉദ്യോഗസ്ഥന്മാർ അതിവേഗമാണ് കാര്യങ്ങൾ നീക്കിയത്. ആരുടെ നിർദ്ദേശപ്രകാരം, എന്തിനു വേണ്ടി? എന്താണ് ഇത്ര താല്പര്യം? ബക്കാഡി കമ്പനിയോട് എന്തുകൊണ്ടാണ് ഇത്ര താല്പര്യത്തിൽ പെരുമാറാൻ കാരണം? മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അവർ മറുപടി പറയേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ കാര്യമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കോടികളാണ്, 1000 കോടി രൂപയുടെ ബിസിനസ്സാണ് ബക്കാഡി കമ്പനിക്ക് ഒരു വർഷം ലഭിക്കുക. നികുതി ഇളവിലൂടെ 600 കോടിയോളം രൂപയാണ് സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാകുക. സംസ്ഥാന ഖജനാവ് പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്ന് പറയുന്ന
വി.ഡി. സതീശൻ തന്നെയാണ് 600 കോടിയോളം രൂപയുടെ നികുതി ഇളവ് ഒരു മദ്യ കമ്പനിക്ക് നൽകുന്നത് എന്നോർക്കണം. അപ്പോൾ എത്ര കോടി കയ്യിൽ വന്നിട്ടുണ്ടാകും? അതാണ് എം പി രാജേഷ് പറഞ്ഞത്, എത്ര കിട്ടി എന്ന് പറയണമെന്ന്. ഈ ഫയൽ നീക്കം മാത്രം മതി. ഈ സർക്കാർ ഇതിനുവേണ്ടി അമിത താല്പര്യമെടുത്തു, ബക്കാടി കമ്പനിക്ക് വേണ്ടി അമിത താല്പര്യമെടുത്തു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ടാണ് അമിത താല്പര്യം കാട്ടിയത് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയാണ് അഴിമതി നടത്താൻ കൂട്ടുനിന്നത് എന്ന് പറയേണ്ടി വരും. കൃത്യം അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. മറുപടി പോലും പറയുന്നില്ല ആരും ഇത് സംബന്ധിച്ച് എന്നോർക്കണം. നിയമസഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ബജറ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം ഒരു വ്യക്തത വരുത്താം എന്നാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത്. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതിൽ കാര്യമായ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്. അതിൽ ആർക്കൊക്കെയാണ് പങ്ക് എന്നത് മനസ്സിലാക്കണമെങ്കിൽ ഇതേക്കുറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം. അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഉറപ്പായും മനസ്സിലാകും ഇതിൽ നടന്ന ദുരൂഹമായ ഇടപാടുകളെ കുറിച്ച്. അതുകൊണ്ട് തന്നെയാണ് മറുപടി പറയാതെ മന്ത്രിമാർ ഒളിച്ചു നടക്കുന്നത്, മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറി നടക്കുന്നത്. നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രശ്നം വന്നപ്പോഴും അവിടെ നിന്നും ഒളിച്ചോടാനാണ് ഭരണപക്ഷം തയ്യാറായത് എന്നോർക്കണം. എന്ന് വെച്ചാൽ കാര്യമായി എന്തോ മറച്ചു പിടിക്കണം ഇവർക്ക് എന്ന് കൃത്യമാണ്. മടിയിൽ കനമുണ്ട് വി.ഡി. സതീശന്റെ, മടിയിൽ കനമുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് സഭയിൽ നടന്ന കാര്യങ്ങളും പുറത്തു വന്ന ഈ രേഖകളും.